എനിക്കൊന്നും മറക്കാനില്ല, എല്ലാം അന്വേഷിച്ചോട്ടെ എന്ന് നാഴികക്ക് 40 വട്ടം പറഞ്ഞ മുഖ്യമന്ത്രി എന്തേ കടകംപള്ളി സുരേന്ദ്രനെ തൊടുമെന്ന് ഘട്ടമെന്നപ്പോ അന്വേഷണത്തിൽ ഇടപെടാൻ തയ്യാറായി? എന്തിനാണ് മുഖ്യമന്ത്രി ഓഫീസിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തിയത്? മുഖ്യമന്ത്രി പറയണം, താങ്കളുടെ ഓഫീസിലേക്ക് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷനിലെ ഉദ്യോഗസ്ഥന്മാരെ ആഭ്യന്തര വകുപ്പിന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ എന്തിനു വിളിച്ചു വരുത്തി? മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ആളുകൾ ഈ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി SITയുടെ ഒരു വിഭാഗത്തിന്റെ യോഗം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്തിനു ചേർന്നു? SITയെ നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പല്ലല്ലോ. SITക്ക് ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. SIT ഹൈക്കോടതി നിരീക്ഷണത്തിലുള്ള സംഘമാണ്. ആ SITയുടെ യോഗം എന്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചേർന്നു? മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്തിന് ഈ യോഗം വിളിച്ചുകൂട്ടി? ആ യോഗത്തിൽ എന്ത് തീരുമാനമാണ് നിങ്ങൾ എടുത്തത്? ഈ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ധാർമ്മികമായിട്ടുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, അന്വേഷണം അട്ടിമറിക്കാനുള്ള ഗൂഢാലോചന നടന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്. ഈ അന്വേഷണം മുമ്പോട്ട് പോകാൻ വേണ്ടി പാടില്ല. അന്വേഷണം മുമ്പോട്ട് പോയാൽ അത് കേവലം ദേവസ്വം ബോർഡ് മെമ്പർമാരെയോ ദേവസ്വം ബോർഡ് പ്രസിഡന്റോ ദേവസ്വം അന്നത്തെ ആ കാലഘട്ടത്തിലെ ദേവസ്വം മന്ത്രിമാർ മാത്രമല്ല, ഇതിനെല്ലാം പുറകിൽ CPMന്റെ രാഷ്ട്രീയ തീരുമാനമുണ്ട് എന്ന് ബോധ്യപ്പെടും. ആ തീരുമാനം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൂടി വരുമെന്നുള്ളത് കൊണ്ടാണ് അന്വേഷണത്തെ അട്ടിമറിക്കാൻ, ബോധപൂർവ്വം അട്ടിമറിക്കാൻ, അന്വേഷണ സംഘത്തെ ഭീഷണിപ്പെടുത്താൻ മുഖ്യമന്ത്രി ഓഫീസ് തയ്യാറായത്. സത്യത്തിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മര്യാദക്ക് പോവുകയായിരുന്ന അന്വേഷണത്തെ, ആ SIT സംഘത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഭീഷണിപ്പെടുത്തി. അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അന്വേഷണം അട്ടിമറിച്ചത്. ആന്റോ ആന്റണിയും അടൂർ പ്രകാശും ചേർന്നുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് എത്തിച്ചത്. അതിനെന്താ കോൺഗ്രസുകാർക്ക് ഉത്തരവില്ലാത്തത്? പിണറായി വിജയനെ പോലെ തന്നെ സംശയത്തിന്റെ പ്രതിപട്ടികയിലല്ലേ സോണിയാഗാന്ധിയും? എന്തിനാണ് ഈ സോണിയാഗാന്ധിയെ കാണിക്കാൻ എന്നെ കൊണ്ടുപോയത്? ഉണ്ണികൃഷ്ണ പോറ്റിക്ക് എന്ത് രാഷ്ട്രീയ ബന്ധമാണുള്ളത്? ഉണ്ണികൃഷ്ണ പോറ്റിക്ക് സോണിയാഗാന്ധിയുടെ ഓഫീസിൽ പോയി എന്ത് കാര്യമാണ് കൈമാറേണ്ടത്? അതുകൊണ്ടാണ് ഞങ്ങൾ സൂചിപ്പിച്ചത്, അന്വേഷണം മുമ്പോട്ട് പോയാൽ അന്വേഷണ ഏജൻസികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും കയറേണ്ടി വരും, സോണിയാഗാന്ധിയുടെ ഓഫീസിലും കയറേണ്ടി വരും. അത് കയറാതിരിക്കാനാണ് SITയെ കൊല്ലാൻ ഈ കുറുവ സംഘം തയ്യാറായിട്ടുള്ളത്. കോൺഗ്രസും CPMും ചേർന്നിട്ടുള്ള ഈ കുറുവ സംഘം അവർ ഒരുമിച്ച് ചേർന്ന് SITയെ കൊല്ലാൻ, അന്വേഷണം അട്ടിമറിക്കാൻ തീരുമാനിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അന്വേഷണം എത്താൻ പാടില്ല, സോണിയാഗാന്ധിയുടെ ഓഫീസിലേക്ക് അന്വേഷണം എത്താൻ പാടില്ല. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി സൂചിപ്പിച്ചത്, അന്വേഷണം സത്യസന്ധമാകണമെങ്കിൽ, ശബരിമല അയ്യപ്പന്റെ സ്വർണം കാട്ടുകള്ളന്മാരെ കൽത്തുറുങ്ങടക്കണമെങ്കിൽ, അതിന് കൂട്ടുന്ന രാഷ്ട്രീയ മേലാളന്മാരെ കൈകളിൽ കയ്യാമ വീഴിക്കണമെങ്കിൽ, ഈ കേരളത്തിലെ CPMകാരും കോൺഗ്രസുകാരും ചേർന്ന കുറുവ സംഘം കൊലപ്പെടുത്തിയ SITയുടെ അന്വേഷണം കൊണ്ട് ഇനി കഴിയില്ല, പുതിയ അന്വേഷണം ഉണ്ടാവണം. അതിനാണ് ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. നിങ്ങൾ തയ്യാറുണ്ടോ? ഈ ഗവൺമെന്റ് തയ്യാറുണ്ടോ? കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വന്നാൽ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും ആ ഏജൻസി കയറേണ്ടി വരും, സോണിയാഗാന്ധിയുടെ ഓഫീസിലേക്കും കയറേണ്ടി വരും. അതുകൊണ്ടാണ് VD സതീശനും പിണറായി വിജയനും ഒരേ സ്വരം കേന്ദ്ര ഏജൻസി വേണമെന്ന് പറയുമ്പോൾ എന്തിനാണ് ഒരേ സ്വരത്തിൽ VD സതീശനും പിണറായി വിജയനും വേണ്ട എന്ന് പറയുന്നത്? കേന്ദ്ര ഏജൻസി അന്വേഷണം വേണമെന്ന് പറയുമ്പോൾ ഒരേ തൂവൽ പക്ഷികളെ പോലെ പിണറായിയും VD സതീശനും അതിനെതിർക്കുന്നത്. കേന്ദ്ര ഏജൻസിയുടെ സത്യസന്ധമായ അന്വേഷണം വന്നാൽ, ഇവർക്കാർക്കും നിയന്ത്രിക്കാൻ സാധിക്കാത്ത അന്വേഷണം വന്നാൽ, ആ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണ പരിധിയിൽ പിണറായി വിജയന്റെ ഓഫീസും സോണിയാഗാന്ധിയുടെ ഓഫീസും പെടുമെന്നുള്ള ഭയം കൊണ്ടാണ് VD സതീശനും പിണറായി വിജയനും ഇപ്പൊ ഈ കാര്യത്തിൽ ഒരുമിക്കുന്നു. സ്വർണം കക്കാൻ പിണറായിയും VD സതീശനും ഒരു കൊറ്റക്കെട്ടായിരുന്നു. കട്ട സ്വർണം വിൽക്കാൻ പിണറായി വിജയനും VD സതീശനും ഒറ്റക്കെട്ടാണ്. ഇപ്പോ അത് അന്വേഷിക്കാനുള്ള അന്വേഷണ സംഘത്തെ അട്ടിമറിക്കുന്ന കാര്യത്തിലും VD സതീശനും പിണറായി വിജയനും ഒരേ തൂവൽ പക്ഷികളാണ് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഈ രണ്ടു പാർട്ടികളും ചേർന്നുകൊണ്ടാണ് ശബരിമലയെ തകർക്കുന്നത്. എല്ലാ കാലത്തും അങ്ങനെയാണ്. ശബരിമല ക്ഷേത്രത്തെ തകർക്കാൻ CPM കൂട്ടുനിന്നപ്പോ, CPM നേതൃത്വം നൽകിയപ്പോ അതിന് കൂട്ടുന്നവരാണ് കേരളത്തിലെ കോൺഗ്രസുകാർ. നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, ശബരിമലയിലെ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ശബരിമലയിലേക്ക് യുവതികളെ കയറ്റി അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും
ഇല്ലാതാക്കാൻ പിണറായി വിജയന്റെ ഗവൺമെന്റ് തയ്യാറായപ്പോ അതിനെ തെരുവിൽ ചോദ്യം ചെയ്യാൻ ഈ കേരളത്തിലെ കോടിക്കണക്കിന് അയ്യപ്പ വിശ്വാസികൾ തയ്യാറായപ്പോൾ അവരെ പുറകാല കൊണ്ട് ചവിട്ടി വീഴ്ത്തി അവരെ പരിഹസിച്ചവരാണ് കേരളത്തിലെ കോൺഗ്രസുകാർ.